മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മൃഗത്തോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പട്ടിയം കൂടെ ഇട്ട് കട്ടിലേക്ക് കിടക്കുക. 2 പൂച്ച ഏടോ മല്ലോ, ഇത് 10,000 രൂപയുടെ പൂച്ചയാ. കുസി നിന്റെ കുസി. ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഞാൻ വിവരിക്കുന്നില്ല, ഒരു കാര്യം കൂടെ പറയാം. ഒന്നല്ല, ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. ഞാൻ ഇന്നൊന്നും പറയുന്നില്ലെന്ന് ഓർത്തായിരുന്നത്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാ. അങ്ങനെ ഉദാസീനതയോടെ ആരും വേല ചെയ്യരുത്. നല്ല തീക്ഷ്ണതയോടെ നിൽക്കണം, അനുഗ്രഹമുണ്ടാകും. 4-ാമത്തെ ക്ഷാമം വരുന്ന കാര്യം പറയുന്നത് എല്ലാവർക്കും അത്ര സന്തോഷകരമായ ഒരു വിഷയമല്ല, എങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. മലാക്കി 3:9 പറഞ്ഞപ്പോഴേ മനസ്സിലായി. ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവൻ തന്നെ എന്നെ തോൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകും. നിങ്ങൾ ശാപഗ്രസ്തരാ. ഇവിടെ ശാപം വരാനുള്ള കാരണം ദശാംശവും വഴിപാടും. അപ്പൊ ദശാംശം കൊടുത്തില്ലെങ്കിൽ അത് ശാപമാണ്. സ്തോത്രം, സ്തോത്രം. ഞാന് ദശാംശത്തെ പറ്റി പ്രസംഗിക്കുന്നില്ല, കാരണം പുതിയ നിയമത്തിൽ ദശാംശമല്ല, ഓഹരിയ. സ്തോത്രം, ഓഹരിയ. നമ്മൾ ആർക്കായാലും എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇത് ദശാംശം ദൈവത്തിന് കൊടുക്കുക. ഈ ഒരു അഗതിക്കോ സാധുവിനോ ദരിദ്രനോ കൊടുക്കുമ്പോൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ മനോദുഃഖത്തോടെ ചെയ്യരുതെന്നാണ്. സ്തോത്രം. സന്തോഷത്തോടെ ചെയ്യണം, മനോവസനത്തോടെ. നിങ്ങളുടെ ആവർത്തനം പുസ്തകം 15:10 വായിച്ചേ. ആവർത്തനം 15:10. നീ അവന് കൊടുത്തേ മതിയാവൂ. നീ അവന് ദരിദ്രന്റെ കാര്യമൊക്കെ ആ മേളിൽ പറഞ്ഞേക്കുന്നത്. നീ അവന് കൊടുത്തേ മതിയാകൂ. കണ്ണടച്ചിരിക്കരുത്, കൊടുത്തേ മതിയാകൂ. കൊടുക്കുമ്പോൾ ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. അതാ പ്രമാണമാ. കൊടുക്കുമ്പം ഹൃദയത്തിൽ വ്യസനം തോന്നരുത്. ഒരാൾക്കൊരു ചായ കൊടുക്കുന്നെങ്കിൽ വ്യസനത്തോടെ കൊടുക്കരുത്. ഇവിടെ എനിക്ക് വൈ ഒന്നാതെ വൈ കൊടുക്കരുത്. ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കുക, വ്യസനത്തോടെ കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കണം. നേരം പോയ നേരത്ത് വരികയും ചെയ്ത് കൂട്ടാനുമില്ല, എന്നാ ചെയ്യാൻ ഞാൻ ഒന്ന് കിടക്കാന്ന് ഓർത്തതാ. അല്ലേ ആ ചായൻ അങ്ങനെ വിളിക്ക്. പിന്നെ അങ്ങ് മുക്കുകയും മുരളുകയും ഞരക്കവും നിന്റെ ആയുസ് രക്ഷപ്പെടുകയല്ല. ഞാനാന്നേലും നിങ്ങളാന്നേലും ആരാന്നേലും വ്യസനത്തോടെ കൊടുക്കരുത്, സന്തോഷത്തോടെ വേണം കൊടുക്കാൻ. അപ്പോൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ ശാപമുണ്ടാകും. 100 രൂപ കിട്ടുന്നയാള് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളെത്തുമ്പോൾ ചരിതിച്ച് കൃത്യം 10 കൊടുക്കണമെന്ന പഴയ നിയമ പ്രമാണം. പുതിയ നിയമത്തിൽ വരുമ്പോൾ 10 അല്ല, ഓഹരി. 6:6 അല്ലേ? ഒന്നുകൂടെ വായിച്ചോ. ഞാനത് ആ ഭാഗത്തേക്ക് പോയാൽ ഇന്നും നാളെയും പ്രസംഗിച്ചാൽ തീരുകയല്ല. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ക്ലാസ് എടുക്കാം. ഇപ്പൊ നിൽക്കട്ടെ. വചനം പഠിപ്പിക്കുന്നവൻ എങ്ങനെ? പഠിക്കുന്നവൻ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നത്. സഭയിൽ വന്ന് ഉറങ്ങുന്ന പുള്ളി കൊടുക്കണ്ട, കാരണം പഠിക്കുന്നില്ലല്ലോ. ചുമ്മാ കുത്തിരുന്ന് ഉറങ്ങുക. നീ കൊടുക്കണ്ട, വെറുതെ വന്നിരുന്നു. അവര് കൊടുക്കണ്ട. വചനം ശ്രദ്ധിക്കാത്തവനും കൊടുക്കണ്ട. പക്ഷെ പഠിക്കുന്ന നീ പഠിപ്പിക്കുന്നവന് കൊടുക്കണം. അപ്പൊ ആർക്ക് കൊടുക്കണമെന്നാ? വചനം
പഠിപ്പിക്കുന്നവന്. ചുമ്മാ ബഹളം ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കണ്ട. ആണ്ട് പറഞ്ഞ് 8 രൂപ കുട്ടന്റെ അമ്മയെ പട്ടി കടിച്ചു. മനസ്സിലാകുന്നുണ്ടോ? എന്തുവാ നമുക്കൊന്നും പിടിയിട്ടില്ല. 8 രൂപ കുട്ടന്റെ അമ്മയെ പട്ടി കടിച്ചു. ഒന്നും കൊടുക്കണ്ട. വചനം പഠിപ്പിക്കുന്നവന് പഠിക്കുന്നവൻ പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. പുതിയ നിയമത്തിൽ ഓഹരിയാ, പഴയ നിയമത്തിൽ ആ ദശാംശം. യഹൂദനോട് ബന്ധപ്പെട്ട് പറയാ ദശാംശം കൊടുത്തില്ലേ ശാപമാ. അപ്പൊ പുതിയ നിയമത്തിൽ വരുമ്പോഴോ അയ്യോ, ഒരു കാര്യം ഇവിടെ പറഞ്ഞങ്ങ് നിർത്താം, അതായിരിക്കും നല്ലത്. ഈ കൊടുക്കാൻ താമസിച്ചാലോ, ഒരു മാസം അല്ലെ ഒരാഴ്ച കൊടുക്കാൻ ഒത്തില്ല. അതാരാ പറഞ്ഞേ? കൊടുക്കാൻ താമസിച്ചാൽ കഴിഞ്ഞ മാസത്തെ ദശാംശം സ്വന്തം കാര്യത്തിനെടുത്ത് ചെലവാക്കി. പിറ്റേ പ്രാവശ്യം 5-1 കൊടുക്കണം. ഫൈനാ. കുഴഞ്ഞു. വായിച്ചേ നിങ്ങളെ ലേവ്യ പുസ്തകം അതിന്റെ 27-ാം അധ്യായം. ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വായിച്ചേ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ബലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകും. അതൊക്കെ യഹോവയ്ക്കുള്ളതാ കേട്ടോ. നിലത്തിലെ വിത്തില് ചേന, ചേമ്പ്, കാച്ചില്, കിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ, സകലതും. കാച്ചില് നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലം. തേങ്ങ, ചക്ക, മാങ്ങ, ഫ്രൂട്ട്സ്, പേരക്ക വരെ, ഓറഞ്ച്, നെല്ലിക്ക, ഓലോലിക്ക, റൂബിക്ക, ഗൂസ്ബെറി, റംബുട്ടാൻ, എല്ലാം. റംബുട്ടാനും ഒക്കെ കൊണ്ടുവരണം. കാരണം പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെക്കുന്നത്. ഞാനിപ്പോ എഴുതിയതല്ല, നിങ്ങളുടെ ഇപ്പൊ കണ്ട് ഞാൻ പുള്ളി അവിടെ ഇരുന്ന് അതാ എഴുതിയെന്ന് ഒന്നുകൂടെ വായിച്ച ശിവപാസ്റ്റർ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാ. 10 തേങ്ങ നിന്റെ വീട്ടിലിട്ടെങ്കിൽ 1 തേങ്ങ പൈത്തോമിൽ എത്തിക്കണം കുറഞ്ഞത്. 2 കൊടുക്കുന്നതാണ് നല്ലത്. പാസ്റ്റർക്കെട്ടല്ല, അല്ലെങ്കിലും കുറെ നാളായിട്ട് ചിന്തിക്കാം. പുള്ളിക്കെട്ട് 2. സ്തോത്രം. ഒരു ഏത്തവാഴ നട്ടു, ഒരു ഏത്തക്കൊല, നല്ലൊരു ഏത്തക്കൊല കായ എണ്ണി തിട്ടപ്പെടുത്തിച്ച് കൃത്യം പെയ്ത്തോമിൽ എത്തിക്കണം. സ്തോത്രം. ഇപ്പോഴല്ല, പണ്ടൊക്കെ പെന്തിക്കോസുകാര്, ഇപ്പോഴത്തെ രീതികളൊക്കെ വ്യത്യാസമായി. പണ്ടൊക്കെ പെന്തിക്കോസുകാരുടെ വീടുകളിലെ കല്യാണമൊക്കെ നടന്നാൽ, ഇപ്പോഴല്ല പണ്ട്. അപ്പൊ അന്നൊക്കെ, ഇപ്പോഴല്ലേ കേറ്ററിംഗുകാർക്ക് കൊടുക്കുന്നത്, ഉടമ്പടി കൊടുക്കുക. പണ്ട് അങ്ങനല്ല, വീടുകളിൽ തന്നെ പന്തലും പാചകക്കാരെയൊക്കെ വിളിച്ച. അപ്പൊ അന്നൊക്കെ കല്യാണത്തിന് മുമ്പ് ചന്തയിൽ പോകും പലചരക്കെടുക്കാൻ. അപ്പൊ ചന്തയിൽ പോയി, കുട്ടനാട്ടിലൊക്കെയാണ് വള്ളത്തിലാണ് കൊണ്ടുവരുന്നത്, കിഴക്കൻ നാട്ടിലാന്ന് കാളവണ്ടി അല്ലെ വലിവണ്ടി, കാളവണ്ടി. അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന് വീട്ടിലോട്ട്, ആ പാചകപ്പരയിലോട്ട് ഇറക്കുമ്പം വീട്ടിലെ അമ്മ, പ്രായമുള്ള അമ്മ വന്ന് ഒരു വലിയ മുപ്പറക്കൊട്ടയ്ക്കകത്ത് ഇതിൻ്റെ എല്ലാം വിഹിതമെടുക്കും. കടുക്, ജീരകം, ഉലുവ, കാപ്പിപ്പൊടി, ഇടിച്ചതും പൊടിച്ചതും, പഞ്ചസാര, ചക്കര, കരിപ്പെട്ടി, മുളക്, മല്ലി എന്ന് വേണ്ട അവിടെ കൊണ്ടുവന്ന് സകലത്തിൻ്റെ ഒരു വിഹിതമെടുത്ത് ഒന്നേൽ അപ്പൻ്റെ തലയിൽ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ പിള്ളേരുണ്ടെ അവരുടെ പെയ്ത്തോമിലോട്ട് കൊടുക്കാൻ പറയും. സ്തോത്രം. ആരോട് പറയാൻ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഒരു കുഴപ്പം വന്നിട്ടുമില്ല, വരികയില്ല. കാരണം ഇത് ദൈവം വെച്ച വ്യവസ്ഥയായത്, ഇത് പ്രമാണമാണ്.
അപ്പൊ ഇത് യഹോവയ്ക്കുള്ളതാ. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അടുത്തത്. അത് യഹോവയ്ക്ക് അത് യഹോവയ്ക്ക് വിശുദ്ധമാണ്. അടുത്തത്, ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു ആരെങ്കിലും തന്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 1/5 കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ വരുമ്പോ ഫൈനാ. നീ അധികം അടിച്ചു മാറ്റുകയാണെങ്കിൽ പിന്നെ വരുമ്പോ 1/5 ചേർത്ത് കൂട്ടി കൊടുക്കണം, ഫൈൻ കൊടുക്കണം. സ്തോത്രം. ഞാന് ദശാംശത്തെ പറ്റി ഇനി പ്രസംഗിക്കുന്നില്ല. നിങ്ങൾ ഓർക്കും, പുള്ളിയുടെ സ്വഭാവം മാറുന്നുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ. സ്തോത്രം. ശാപം ഉണ്ടാകരുത് ആർക്കും. കൃത്യമായിരിക്കണം കാര്യം. ദശാംശത്തിലും വഴിപാടിലും നിങ്ങൾ തോൽപ്പിക്കുന്നു, അത് ശാപമാണെന്നാ തിരുവചനം. ഇനി ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ ശാപം വരാൻ 15-ാമത്തെ വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഒരു 12 കൂട്ടം കാര്യം ശാപം, 12 ശാപം. ആവർത്തനം 27-ന്റെ 15 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ 12 ശാപം. ഓടിച്ചു വായിച്ചു. ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി വിഗ്രഹത്തെ കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടു. ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത് രഹസ്യമായി വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കി പ്രതിഷ്ഠിക്കുകയോ ആരാധിക്കുകയോ ചെയ്താൽ അവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ അവന് ശപിക്കപ്പെട്ടവൻ. മാതാപിതാക്കളെ പരാജയം നിന്ദിക്കുകയും അവര് ഗുണം പിടിക്കൽ ഇവര് കാരണമാണ് ഞങ്ങൾ കിടന്ന് കൊടയുന്നത്, ഈ തന്തയൊരുത്തന ഈ തള്ളയൊരുത്തിയ എന്ന് പറഞ്ഞാൽ നിനക്ക് ശാപം ഉണ്ടാകും. കൂട്ടുകാർ അങ്ങനെ പറയുന്ന പിള്ളേരുണ്ട്. എന്റെ ഭാഷ, എന്റെ തന്ത ഒറ്റ ഒരുത്തനാ ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കൊടയാൻ, നിനക്ക് ശാപം ഉണ്ടാകും. ഈ തള്ള ഒറ്റ ഒരുത്തിയ, അങ്ങനെ പറഞ്ഞാൽ ശാപം ഉണ്ടാകും. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കൂട്ടുകാരന്റെ അതിര് നീക്കുന്നവൻ. അയ്യോ, അതിര് മാന്തി നീ ശപിക്കപ്പെട്ടവനാ. എന്നും കല്ല് മാറ്റാ, ഇവിടെ കിടക്കുന്ന കല്ല് അങ്ങോട്ടിട്ട് ശാപം ഉണ്ടാകും. എപ്പോ നോക്കിയാലും പുള്ളി അതിരെ കാണും. അച്ഛൻ എന്ത് ചെയ്യാ കണ്ട അതിരെ നോക്കിക്കേ, ശാപമാ. കൂട്ടുകാരന്റെ അതിര് നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, കുരുടനെ വഴിതെറ്റിക്കുന്നവൻ. ആ കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവൻ അറിയത്തില്ല, അവന് നേര് പറഞ്ഞു കൊടുക്കണം. ആത്മീക കുരുടുള്ളവരുണ്ട്, അവർക്ക് വചനത്തിന്റെ അവൻ സത്യം പറഞ്ഞു കൊടുക്കണം. നീ വചനം തെറ്റിച്ച് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവന്. സ്തോത്രം. ഞാൻ വിവരിക്കുന്നില്ല. അടുത്തത്, പരദേശിയുടെയും അനാഥന്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടു. അയ്യോ, അത് ശാപമാ. പരദേശി അനാഥനെയും വിധവയെയും ന്യായമായിട്ട് ഇടപെട്ടോണം. അവർക്ക് ആരുമില്ല, പരദേശിയാ, അവനിവിടെ ബന്ധമോ ഒന്നുമില്ല, അവനെ പീഡിപ്പിക്കരുത്. അനാഥൻ, അവനും ആരുമില്ല. വിധവ, അയ്യോ, അവരോട് ന്യായമായിട്ട് ഇടപെട്ടില്ലേ നിനക്ക് ശാപം ഉണ്ടാകും. അടുത്തത്, അപ്പന്റെ ഭാര്യയോട് കൂടെ ശയിക്കുന്നവൻ, അപ്പന്റെ വസ്ത്രം നീങ്ങിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ, നീക്കിയത് കൊണ്ട് ശപിക്കപ്പെട്ടവൻ. അടുത്തത്, വല്ല മൃഗത്തോടും കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മൃഗത്തോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. പട്ടിയം കൂടെ ഇട്ട് കട്ടിലേ കിടക്കുക. 2 പൂച്ച ഏടവും വല്ലോ, ഇത് 10,000 രൂപയുടെ പൂച്ചയാ. കുസി, നിന്റെ കുസി. ഞാൻ കുറച്ചുകൂടെ വിശദീകരിക്കേണ്ടത് ആ വാക്യം ഇല്ല. മനസ്സിലാകുന്നുണ്ടോ? ബ്രൂണോ കട്ടിലെ അടുത്ത വാക്യം, അപ്പന്റെ മകളോ അമ്മയുടെ മകളോ അമ്മയുടെ മകളോ സഹോദരിയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, അമ്മാവി അമ്മയോട് കൂടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അടുത്തത്, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. അവൻ അറിയുന്നില്ല നീ ഓർപ്പിടെ വെച്ചത് നിനക്ക് ശാപം ഉണ്ടാകും. അവൻ അറിയുന്നില്ല നീ തന്ത്രം ഒപ്പിച്ചു വെച്ചത് നിനക്ക് ശാപം ഉണ്ടാകും.
അടുത്തത്, കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇതൊക്കെ ശാപത്തിന്റെ വിഷയങ്ങളാ. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്ന് നിനക്ക് 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അനുഗ്രഹത്തിന്റെ കൂമ്പാരം തരിക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്കാർക്ക് ശാപം ഉണ്ടാകരുത്. വചനം കേൾക്കുകയല്ല, അനുസരിക്കണം. ഉദാസീനതയോടെ വേല ചെയ്യരുത്, തീക്ഷ്ണതയോടെ വേല ചെയ്യണം. ജഡത്തെ പൂജ്യമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറരുത്. മഹത്വം ദൈവത്തിന് കൊടുക്കണം. കിട്ടുന്നതിലെല്ലാം കർത്താവിന് ഓഹരി കൊടുക്കണം. അനുഗ്രഹം നിശ്ചയമായിട്ട് നിനക്ക് നിന്റെ സന്തതിക്കും ഉണ്ടാകും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും പ്രാർത്ഥിക്കാം. ജീസസ്. ഓ ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. നിത്യതയിൽ നിന്നു അത്യന്ത സ്നേഹത്താൽ, നിത്യതയിൽ നിന്നുള്ള അത്യന്ത സ്നേഹത്താൽ ശത്രുതയെ അകറ്റി എനിക്കുന്നിൽ പുത്രത്വം തന്നതിനാൽ, എനിക്കുന്നി പുത്രത്വം തന്നതിനാൽ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. സ്വന്ത കുമാരനെ ആദരിക തന്നെ, സ്വന്ത കുമാരനെ ആദരിക തന്നെ. ബിന്ദു സമ കന്നിഞ്ഞു സമൃദ്ധിയോ നന്ദികരുന്ന, സമൃദ്ധിയോ നന്ദികരുന്ന. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. യേശുവിൻ മൂലമത് യാചന നൽകുമേ, യേശുവിൻ മൂലമത് യാചന നൽകുമേ. ആശകൾ ഗഞ്ചിടുന്നേ അല്ലാതെ ലേശവും നന്മയില്ല, അല്ലാതെ ലേശവും നന്മയില്ല. പ്രാർത്ഥന